ഫ്ലവർ ഷോയിൽ വെറൈറ്റി എന്തൊക്കെയാണ് എന്നിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഇതാ ഇവിടെ നമ്മൾ പ്രാണി പിടിയൻ എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ പ്രാണി പിടിയൻ്റെ ഒരു വൈഡ് വെറൈറ്റി ഒരുക്കിക്കൊണ്ട് ലക്ഷ്മി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ലക്ഷ്മിയുടെ ഫുൾ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന പ്രാണി പിടിയൻ സംഭവം. അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷങ്ങൾ, പാഷനും ഹോബിയും ആയിട്ടുള്ള ഈ ഒരു ചെടിയുടെ വിശേഷങ്ങൾ ലക്ഷ്മി പറയുന്നതായിരിക്കും. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതും സൺഡ്യൂ തന്നെയാണ്. സൺഡ്യൂ പല ടൈപ്പ് ഉണ്ട്. ഇത് ടെൻറ്റിക്കിൾസ് ആയിട്ട് വരുന്നത്, ഇത് ഗ്രൗണ്ട് ഹഗ്ഗിങ് ആയിട്ട് ഇങ്ങനെ കോയിൻ പോലെയുള്ളത്. ഞാൻ ഈ പ്രാണി പിടിയൻ ചെടികൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണം, ഞങ്ങളൊരു യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു ചെടി ഡയറക്റ്റ് കാണുന്ന ഒരു ലൈവായിട്ട് കണ്ടപ്പോഴാണ് കേരളത്തിൽ തന്നെ ഇങ്ങനെ ചെടികളുണ്ടെന്നും അതിനെപ്പറ്റി കൂടുതലൊന്ന് വായിക്കാൻ ഒരു ചാൻസ് കിട്ടിയത്. പിന്നെ നമുക്ക് ഇത് വളർത്താൻ പറ്റുമോ എന്നുള്ള ഒരു റിസർച്ചും കൂടെ ചെയ്തപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിച്ച് പ്ലാന്റ്സ് ആയിരുന്നു, ഒരു 3-4 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരെണ്ണം വാങ്ങിച്ച് അതിൻ്റെ ഒരു വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഗ്രോത്തും ഇതൊക്കെ കണ്ടപ്പം കൂടുതൽ കളക്ട് ചെയ്യാനൊരു ആഗ്രഹം. അങ്ങനെ ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നായിട്ട് ചെടികൾ കളക്ട് ചെയ്തു വളർത്തി. എത്ര വെറൈറ്റി ഉണ്ട്? എനിക്ക് കൗണ്ട് ഇല്ല. ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ളത് നെപ്പന്തസ് ആണ്, അല്ലെങ്കിൽ പിച്ച് പ്ലാന്റ്. അതിൻ്റെ ഞാൻ തന്നെ ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയ ഹൈബ്രിഡ്സ് ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് കൃത്യമായിട്ടൊരു കണക്കില്ല ഇത്ര പ്ലാന്റ്സിന്. എനിവേസ് എബവ് ഒരു 40-50 പ്ലാന്റ്സ് ഉണ്ടാവും. ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറാണ്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടാണ്. ഞങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ലേണിംഗ് സ്പേസ് ഉണ്ട് വെണ്ണല. അപ്പോൾ ഭൂമിയിലാണ് ഞാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഉള്ള ഇത് എൻ്റെ ഒരു ഹോബി ആയിട്ടാണ് ചെയ്യുന്നത്. എത്ര വർഷമായി? ഇതൊരു നിയർലി 5 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാർണിവോറസ് പ്ലാന്റ്, വിച്ച് ഇസ് കോൾഡ് പിച്ച് പ്ലാന്റ് അല്ലെങ്കിൽ നെപ്പന്തസ്. ഇതിൻ്റെ എല്ലാ ലീഫിൻ്റെ ടെൻഡ്രിൽ ഫോം ചെയ്യുന്നതിൻ്റെ ടിപ്പ് ഡെവലപ്പ് ചെയ്ത് പിച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ ട്രാപ്പായിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ ലിപ്പ്, ഈ പെരിസ്റ്റോം എന്ന് പറയും, ഈ ലിപ്പിൽ അതൊരു നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ സ്വീറ്റാണ്. ആൻഡ് രാത്രിയാകുമ്പോൾ അതിൻ്റേതായ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മോസ്റ്റ്ലി ആൻഡ്സും ഇൻസെക്ട്സൊക്കെ അട്രാക്റ്റഡ് ആയിട്ട് അതിലേക്ക് വീണ് പോവുക ചെയ്യുന്നത്. പിറ്റ്ഫോൾ ട്രാപ്പാണ്. അപ്പം ഇതതിൻ്റെ പിക്ചേഴ്സും ഇല്ല, ഇതിന് മൂവ്മെൻറ്റ് ഇല്ല. ഇത് ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ പാസീവ് ട്രാപ്പാണ്. ഇവർക്ക് മൂവ്മെൻറ്റ് ഇല്ല. ഇതാണ് അതിൻ്റെ ഇൻഫ്ലോറസൻസ്. ഇങ്ങനെ സീഡ്സ് നമുക്ക് ഹൈബ്രിഡൈസ് ചെയ്യാനും ഒക്കെ എടുക്കാം. ഇതെല്ലാം പല ഷേപ്പ്, സൈസ്, കളറ്, പാറ്റേൺസ് ഒക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഷി ആൻഡ് ഹൈബ്രിഡിൻ്റെ ഇതനുസരിച്ചാണ്. പല രാജ്യങ്ങളിലായിട്ടുണ്ട്. സീഡ്സ് ആയിട്ടും ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആയിട്ടും ട്യൂബർ മാത്രമായിട്ടും അങ്ങനെയൊക്കെ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി കേരളത്തിലുള്ളത് സൺഡ്യൂ പ്ലാന്റ്സും പിന്നെ യൂട്രിക്കുലേറിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലാഡർ വേർഡ്സ് ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള കാർണിവോറസ് പ്ലാന്റ്. ഇതിലിപ്പോൾ ഈ ഒരു പ്ലാന്റ് കേരളത്തിൽ വളരുന്നതാണ്. ഡ്രസ്സെറ ബർമാനിയ എന്ന് പറയും. വളരെ ഇത് ഇത്രയും ചെറിയ സൈസും പിന്നെ അത്ര ഒരു അട്രാക്റ്റീവായിട്ട് അതിന് വേറെ ഒന്നുമില്ല സ്ട്രക്ചേഴ്സ് നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ ഉള്ളത് യൂട്രിക്കുലേറിയ എന്ന് പറയും. ഇത് അക്വാട്ടിക് ആയിട്ടുള്ള ഒരു യൂട്രിക്കുലേറിയ ആണ്. അതെ, ഇത് വളരെ വെള്ളത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻസെക്ട്സിനെ ക്യാപ്ചർ ചെയ്യും. അല്ല, ഇതിൻ്റെ എല്ലാ ലീഫിൻ്റെ പുറത്തും ചെറിയ ബീഡ്സ് പോലെ നമുക്ക് കാണാം, വൈറ്റ് കളറിൽ. ബ്ലാഡേഴ്സ് ആണ്. അതാണ് പ്രാണിയെ പിടിക്കുന്ന അതിൻ്റെ ട്രാപ്പ്. ഇതെല്ലാം സൺഡ്യൂസ് ആണ്. സൺഡ്യൂ അല്ലെങ്കിൽ ഡ്രസ്സെറ എന്ന് പറയും. സ്റ്റിക്കി ട്രാപ്സ് ആണ് അവരുടെ. ലീഫിലൊക്കെ ടെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ ടെൻറ്റിക്കിൾസിൻ്റെ ടിപ്പിൽ ചെറിയ ഡ്യൂ പോലെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അതിലേക്ക് ഇൻസെക്ട്സ് ഒട്ടിപ്പോവുക ചെയ്യാം. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും എല്ലാവരും ചോദിക്കുന്നതായിട്ടുള്ള ഒരു പ്ലാന്റാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇവരുടെ ഇത്രയും അട്രാക്റ്റീവ് ആവാൻ കാരണം ഇതിനൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ മൂവ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിൽ മൂവ്മെൻറ്റ് വളരെ റെയറാണ്.
അപ്പോൾ ഇതിന് ഒരു ഇൻസെക്റ്റിനെ പിടിക്കാനായിട്ട് മൂവ് ചെയ്യണു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഫാസിനേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസെക്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാണ് ചെയ്യുക. ഫുള്ളി ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. ഒരു ഇൻസെക്റ്റ് ഒരു ട്രാപ്പ് തന്നെ ഹാർഡ്ലി 4 or 5 ടൈംസേ അതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അത് കരിഞ്ഞു പോകും. പിന്നെ ഇത് വേറൊരു സെറ്റ് ഓഫ് പ്ലാന്റ്സ് ആണ്, സെറസീനിയ എന്ന് പറയും, അല്ലെങ്കിൽ ട്രംപറ്റ് പിച്ചേഴ്സ്. അതിൻ്റെ ലീഫ് ഇറ്റ്സെൽഫ് ഇസ് എ ട്രാപ്പ്. അപ്പോൾ താഴെ മുതൽ ലീഫ് വരുന്നതിൽ ഉള്ളിൽ ഹോളോ ആണ്, ഒരു ലിക്വിഡ് ഉണ്ടാവും, അതിൻ്റെ ഡൈജസ്റ്റീവ് ജ്യൂസ്. അതിലേക്ക് ഇൻസെക്റ്റ് മുകളിൽ നിന്ന് വീഴണം, എന്നാലേ അതിന് ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ പല ടൈപ്പ് ഹൈറ്റ് വയ്ക്കുന്നത്, ഫ്ലാറ്റ് ആയിട്ടുള്ളത്, ഇതെല്ലാം അമേരിക്കൻ തന്നെയാണ്. മോസ്റ്റ്ലി എല്ലാം അവിടുത്തെ മാർഷി ആയിട്ടുള്ള ലാൻഡ് സ്കേപ്സിലുള്ളതാണ്. ഈ എന്താ പറയുക, വെള്ളം കെട്ടിയൊക്കെ നിൽക്കുന്ന തരം ഒരു വളമില്ലാത്ത മണ്ണിലൊക്കെ വളരുന്നതാണ്. അതെല്ലാം ഓർഗാനിക്കലി തന്നെ അതിന് ഫീഡ് അത് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ബെസ്റ്റാണ്. ഇത് അഗെയിൻ പിച്ചർ പ്ലാന്റ് തന്നെയാണ്, പല സൈസിലുള്ള പിച്ചേഴ്സ് ഫോം ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഇന്ത്യൻ സെല്ലറിൻ്റെ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇതുപോലെ ഹോബി ചെയ്യുന്ന വേറെയും ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കണക്റ്റഡ് ആണ്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് അത് ചെയ്യുന്നത്. ഞാൻ എടപ്പള്ളി. ഭയങ്കര, അതെ അതെ അതെ. ഇല്ല, ഇവിടെ സെയിൽസ് ഇല്ല, എക്സിബിഷൻ മാത്രമേ ഉള്ളൂ. എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോബിയാണ്. കാരണം ചെടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പല സ്ഥലത്തുനിന്ന് വരുന്നതും എക്സോട്ടിക് ആയിട്ടുള്ളതും ആയതുകൊണ്ട് അതിൻ്റേതായ ഫിനാൻഷ്യൽ ഇത് വരും. അപ്പോൾ അത് കാരണം തന്നെ ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് സെല് ചെയ്യാറുമുണ്ട്, ടു സസ്റ്റെയിൻ, ഈ ഒരു ഹോബി സസ്റ്റെയിൻ ചെയ്യാനായിട്ട്. ഒരുപാടുണ്ട്. മോസ്റ്റ്ലി ഡ്രോസെറാസ് ഭയങ്കര ഫിനിക്കിയാണ്, വീനസ് ഫ്ലൈ ട്രാപ്പും അതെ. അപ്പോൾ ആദ്യം അത് പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുറേ എണ്ണത്തിനെ കൊല്ലും. പിന്നെ പതുക്കെ കാരണം നമുക്കിത് റെഫറൻസിന് ഇന്ത്യൻ ഗ്രോവേഴ്സ് ആരും വ്ളോഗ് ചെയ്യുന്നോ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നോ ഒന്നും ഇല്ല. അപ്പം നമുക്കൊരു റെഫറൻസിന് ആരും ഇല്ലാത്തതുകൊണ്ട് വി ഹാവ് ടു ട്രൈ, എല്ലാം ട്രൈ ചെയ്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു. അപ്പോൾ ലോട്ട് ഓഫ് ട്രയൽസ് ബീൻ ഡൺ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റേജ് വരെ ആയി, ഹൈബ്രിഡൈസ് ചെയ്തിട്ടൊക്കെ സീഡ്സ് ഉണ്ടാക്കിയിട്ട്. സോ സെറ്റിൽഡായി. അതെ, ഇതൊരു എന്താ പറയുക, ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കണ്ടീഷൻ നമ്മളെ സണ്ണിൽ വെക്കണോ അല്ലെങ്കിൽ ഷെയ്ഡിൽ വെക്കണോ എന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ പേരൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയണം. അതിന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചെടി കൊണ്ടുപോയിട്ട് അത് എനിക്ക് ശരിയായില്ല എന്ന് പറയുന്നത് മോസ്റ്റ്ലി അവിടുത്തെ കണ്ടീഷൻസ് എൻ്റെയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഒരു റിസർച്ച് ചെയ്ത് അത് നോക്കി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അത് വളർത്താനുള്ളൊരു ഇത് നോക്കാനേ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാ ചെടികളും റിസർച്ച് ചെയ്തതിന് ശേഷമേ ഞാൻ വാങ്ങാറുള്ളൂ. എത്രയൊക്കെ വരും ഏകദേശം ഒരു മിനിമം എമൗണ്ട് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഈ ചെടികൾക്ക്? പുറത്തുനിന്ന് വാങ്ങുന്നതിന് നമുക്ക് മിനിമം ഒരു 5,000 സ്പെൻഡ് ചെയ്യാറുണ്ട് ഒരു പർച്ചേസിന് തന്നെ. അതും 1 or 2 പ്ലാന്റ്സ് ഹാർഡ്ലി കിട്ടും. അത് എന്നാണ് പിന്നെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് അത് അക്ലൈമറ്റൈസ് ചെയ്യാൻ തന്നെ ഒരു ഹാഫ് ഇയർ പോവും ചിലപ്പോൾ. ബിക്കോസ് നമ്മുടെ ക്ലൈമറ്റ് അത്ര ഒരു പ്രഡിക്റ്റബിൾ ഒന്നുമല്ല. അപ്പം സൺ ചിലപ്പോൾ കൂടുതലായിരിക്കും, ഹീറ്റ് കൂടുന്ന അനുസരിച്ച് ഇറ്റ് ക്യാൻ ഡൈ. എപ്പോഴും മഴയാണെങ്കിലും ലൈറ്റ് കുറഞ്ഞു പോയാലും ദർ വിൽ ബി പ്രോബ്ലം. അപ്പം അങ്ങനെയൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വളർത്തണം. എൻ്റെ ഇൻസ്റ്റ പേജ് ലക്ഷ്മി പച്ചഭൂമി എന്ന് പറഞ്ഞിട്ട്, ലക്ഷ്മി _പച്ചഭൂമി. ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ടീച്ചറായിട്ടാണ്.
ഭൂമി ലേണിംഗ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെണ്ണല ഒരു ഓൾട്ടർനേറ്റ് ലേണിംഗ് സ്പേസ് ഉണ്ട്. ഞാൻ അവിടുത്തെ ഫെസിലിറ്റേറ്ററാണ്. ഇതെൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ്. ലൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് അതിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് റിസർച്ച് ചെയ്ത് വരുമ്പോഴും അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞപ്പം കൂടുതലും നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഹോബീസാണ്, അതിലേ ഞാൻ നിൽക്കാറുള്ളത്. അതുകൊണ്ട് ഇറ്റ് ഈസ് സ്റ്റിൽ മൈ ഹോബി ബിക്കോസ് എവറി ഡേ ഐ എം ലേണിംഗ്. ലക്ഷ്മിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ ക്യാഷ് മുടക്കി നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഹസ്ബൻഡിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. ബട്ട് വേറെ സപ്പോർട്ട്, അതായത് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടു പ്ലാൻസ്. അപ്പോൾ അത് കാരണം വേറെ സപ്പോർട്ടില്ല. വൺ മാൻ ഷോ ആണ് ബാക്കിയല്ല. ഫ്രണ്ട്സ്, യെസ് ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ എനിക്ക് അപ്പം തന്നെ ഇതിൻ്റെ പിക്ചേഴ്സ് അയക്കലും, ഞങ്ങൾ ഇതേ ഹോബി ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ കാർണിവോറസ് പ്ലാന്റ് ഗ്രോവേഴ്സിൻ്റെ ഒരുപാട് ഇന്ത്യൻ ഗ്രൂപ്പ്സ് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലുണ്ടോയെന്ന് ഐ എം നോട്ട് ഷുവർ. ബട്ട് അല്ലാതെ ഇൻ്റർനാഷണലി ഒരുപാട് ഗ്രൂപ്പ്സും ഉണ്ട്, ഇന്ത്യൻ ഗ്രൂപ്പ്സും ഉണ്ട്. താങ്ക് യു താങ്ക് യു സോ മച്ച്.